എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 11-ഉം അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഇന്ന് നമ്മുടെ ഡിവോഷൻ ക്രമീകരിക്കുന്നത്. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്മുർണയിലെ സഭ വളരെയധികം കഷ്ടതയിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഉയിർത്തെഴുന്നേറ്റവനായ കർത്താവ് നൽകുന്ന പ്രതിഫല വാഗ്ദാനമാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. 2 തരം പ്രതിഫലങ്ങളാണ് ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ജീവകിരീടം. പുതിയ നിയമത്തിൽ പല പുസ്തകങ്ങളിൽ ജീവകിരീടത്തെപ്പറ്റി നമ്മൾ കാണുന്നു. യാക്കോബിൻ്റെ പുസ്തകം, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലും, തിമോത്തിയോസ് 2 തിമോത്തിയോസ് 4:8 ഈ ഭാഗങ്ങളിലെല്ലാം ജീവൻ്റെ കിരീടം, നീതിയുടെ കിരീടം, സന്തോഷത്തിൻ്റെ കിരീടം, മഹത്വത്തിൻ്റെ കിരീടം, വാടുന്ന കിരീടവും വാടാത്ത കിരീടവും, തേജസ്സിൻ്റെ വാടാത്ത കിരീടം എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല ഭാഗങ്ങളിൽ. ഇവിടെ ജീവൻ്റെ കിരീടം എന്ന് പറയുന്നത് ജീവനാകുന്ന കിരീടം എന്ന അർത്ഥത്തിലാണ്. സ്റ്റെഫാനോസ് കിരീടം, സന്തോഷം, വിജയം ഇവയോട് ബന്ധിച്ചുള്ള ഒരു ബിരുദമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്റ്റെഫാനോസ് എന്നാണ് ഗ്രീക്കിൽ ഈ പദത്തിൻ്റെ പ്രയോഗം. രാജകീയ കിരീടം, ഡയാഡേമ എന്ന് പറയും. ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ജീവൻ്റെ കിരീടം. വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കിരീടമാണ് ക്രിസ്ത്യാനിയുടെ കിരീടം. ഈ ആശയം വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കായിക മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനമായി കൊടുക്കുന്ന ഒരു കിരീടമുണ്ടായിരുന്നു. ആസിയയിലെ കായിക മത്സരങ്ങൾ വർഷം തോറും സ്മുർണ എന്ന സ്ഥലത്ത് നടക്കുക പതിവാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഒളിമ്പിക് മത്സരങ്ങൾ പോലെ. ജീവിതായോധനത്തിൽ ഒരു കായിക അഭ്യാസിയെ പോലെ ശിക്ഷണത്തോടെ തൻ്റെ ഓട്ടം തികയ്ക്കുന്ന ക്രിസ്ത്യാനിക്ക് ജീവൻ്റെ കിരീടം പ്രതിഫലമായി ലഭിക്കുന്നു. പൗലോസ് പറയുന്നു, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന വലിയൊരു ഓട്ടമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവനേകൻ എന്ന അർത്ഥത്തിലൊക്കെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു മജിസ്ട്രേറ്റായി തൻ്റെ കൃത്യം നിർവഹിച്ച് സേവനകാലം തികയ്ക്കുന്ന ഒരാളിന് കിരീടം സമ്മാനിക്കുക പതിവുണ്ടായിരുന്നു. അത് വിശ്വസ്തമായ സേവനത്തിനുള്ള കിരീടമാണ്. വിശ്വസ്തയോടെ ക്രിസ്തുവിനെ സേവിച്ച് ആയുസ്സിനെ തികയ്ക്കുന്നവർക്ക് കിരീടം ലഭിക്കുന്നു. മൂന്നാമത്, ഉത്സവത്തിൻ്റെ സന്തോഷ പ്രതീകമായ കിരീടം. അതായത് ഉത്സവ ദിവസങ്ങളിൽ വിരുന്നിനിരിക്കുമ്പോൾ പുഷ്പങ്ങൾ ചൂടുന്ന പതിവ് യഹൂദേതര ജനതകൾക്ക് അന്നുണ്ടായിരുന്നു. ജീവിത ദിനാന്ത്യത്തിൽ അഥവാ യുഗാന്ത്യത്തിൽ അല്ലെങ്കിൽ പുതുയുഗ ആരംഭത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിന് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീർന്ന വിശുദ്ധന്മാർ ദൈവത്തിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ലഭിക്കുന്ന കിരീടം അണിയും എന്ന ഒരു വിശ്വാസം. നാലാമത്തെ ഒരു കാര്യം, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശന സമയത്ത് അണിയുന്ന കിരീടം. പുറജാതികൾ ആരാധനയ്ക്കായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരുതരം കിരീടം ധരിക്കുക പതിവുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്തുവിനോട് വിശ്വസ്തരായി ജീവിച്ചവർ കാലാന്ത്യത്തിൽ കിരീടം ധരിച്ചുകൊണ്ട്
ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കും. ദിവ്യതയുടെ കിരീടമാണ് മറ്റൊന്ന്. ദൈവികരായ ദിവ്യ പുരുഷന്മാരുടെ ശിരസിന് ചുറ്റും ഒരു പ്രഭാവലയം ഇങ്ങനെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പരിവേഷം എന്നാണ് അതിന് പറയുക. അതൊരു സങ്കല്പമാണ്. അവരുടെ ചിത്രങ്ങളിൽ അങ്ങനെ വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ അത് മനഃപൂർവ്വമായി ചേർക്കാറുണ്ട്. ക്രിസ്ത്യാനി ദൈവ പ്രഭയുടെ കിരീടമണിയും. നാം അവനെപ്പോലെയാകും, അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണും. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിൽ മുൾക്കിരീടമേൽക്കേണ്ടതുണ്ട്. അത് നിത്യതയിൽ മഹത്വത്തിൻ്റെ കിരീടമായി രൂപാന്തരപ്പെടുന്നു. മുൾക്കിരീടത്തിൻ്റെ അനുഭവങ്ങളെ മഹത്വത്തിൻ്റെ കിരീട അനുഭവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് എന്നാണ് അർത്ഥം. സ്മുർണയിലെ സഭയ്ക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം രണ്ടാം മരണമില്ല എന്നുള്ളതാണ്. മരണപര്യന്തം വിശ്വസ്തരായി ജീവിക്കുന്നവരെ സഭാപിതാവായ സിപ്രിയൻ വിവരിക്കുന്നത് വെള്ള നിലയങ്കി ധരിച്ച ക്രിസ്തുവിൻ്റെ യോദ്ധാക്കളുടെ സമൂഹമെന്നാണ്. വിശ്വസ്ത വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു വാഗ്ദാനം അവർക്ക് രണ്ടാം മരണം എന്ന കഷ്ടത ഉണ്ടാകുകയില്ല. ഈ ആശയം പുതിയ നിയമത്തിൽ മറ്റെങ്ങും നമ്മൾ കാണുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 14-ാം അധ്യായത്തിൻ്റെ 2-ഉം 8-ഉം വാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 6-ഉം 14-ഉം വാക്യങ്ങളിലും 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലുമാണ് ഇത് കാണുന്നത്. എന്നാൽ യഹൂദ റബ്ബിമാർ ഉപയോഗിച്ചിരുന്ന ഒരു ആശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ദുഷ്ടന്മാർ വരുവാനുള്ള ലോകത്തിൽ രണ്ടാമത് മരിക്കും. ഈ ആശയത്തിന് 2 ഉത്ഭവസ്ഥാനങ്ങളുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതിൻ്റെ ഒന്നാമത്തേത്, യഹൂദന്മാരുടെ കൂട്ടത്തിൽ സദൂക്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഗ്രീക്കുകാരിൽ എപ്പിക്കൂറിയൻസും അങ്ങനെ തന്നെ ഉള്ളവരായിരുന്നു. സഭാപ്രസംഗിയിലെ വീക്ഷണവും ഇതുതന്നെയാണ്. അതിൻ്റെ ഗ്രന്ഥകർത്താവ് ഒരു സദൂക്യനായിരിക്കണം. സഭാപ്രസംഗി 9-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ഒത്തു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ ചിന്താഗതി അനുസരിച്ച് മരണത്തോടുകൂടെ സകലവും തീരുന്നു. എന്നാൽ സത്യ യഹൂദന് ഇത് അപ്പാടെ സമ്മതിച്ചു കൊടുക്കാനും പ്രയാസമാണ്. അതുകൊണ്ട് അവർ പുനരുത്ഥാനവും രണ്ടാം മരണവും ഉണ്ടെന്ന് വിശ്വസിച്ചു. രണ്ടാമത്തെ ഒരു ചിന്ത പരദീസായെ പറ്റിയുള്ള ചിന്തയോട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. മരണം മുതൽ അന്ത്യ ന്യായവിധി വരെയുള്ള കാലഘട്ടത്തിൽ ആത്മാക്കൾ കടന്നുപോകുന്ന മധ്യാവസ്ഥയാണ് പറുദീസ. ശാരീരിക മരണം എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ട ഒന്നാണ്. എന്നാൽ രണ്ടാമത്തെ മരണം ആത്മീയ മരണമാണ്. അത് അന്ത്യ ന്യായവിധിക്ക് ശേഷം ദുഷ്ടന്മാർക്കായി വെച്ചിരിക്കുന്നു. എന്നാൽ ഇതൊരു ആധികാരിക വിശ്വാസമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. ആർക്കും അതേപ്പറ്റി അത്ര നിശ്ചയം ഉണ്ടായിരുന്നുമില്ല. എന്നാൽ യോഹന്നാൻ നിശ്ചയത്തോടുകൂടെ ഇവിടെ പ്രസ്താവിക്കുന്നു, വിശ്വസ്ത സാക്ഷികളായി ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർക്ക് രണ്ടാമത്തെ മരണം ഉണ്ടാകയില്ല. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ പാപമോചനം പ്രാപിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ട് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ ഒരു വലിയ അവകാശം അല്ലെങ്കിൽ പ്രതിഫലം സ്മുർണ സഭയ്ക്ക് നൽകുന്ന ദൂതിലൂടെ ആഗോള സഭയ്ക്ക് നൽകപ്പെടുകയാണ്. ഇത് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന നമുക്കും ആ ഒരു വലിയ പ്രത്യാശ നിലനിർത്തേണ്ടതുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം കർത്താവിനോട് കൂടെയുള്ള ജീവിതം എപ്പോൾ, എങ്ങനെ,
അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെ? ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിലെ വിവിധ സഭകൾക്ക് നൽകുന്ന ദൂതിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശക്തമായ ആഹ്വാനമാണ് കാലികമായി ഈ ദൂത് നമുക്ക് നൽകുന്നത്. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ബലവും കൃപയും ആരോഗ്യവും ഒക്കെ അടിയങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ക്രിസ്തുവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ. ആ വലിയ പ്രത്യാശ കൈമുതലായി ജീവിപ്പാൻ സഹായിക്കണമേ. പ്രതിഫലം പ്രാപിക്കുന്നവരായി ജീവൻ്റെ കിരീടവും രണ്ടാം മരണമില്ലാത്ത അവസ്ഥയുമൊക്കെ അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ അടിയങ്ങളുടെ ജീവിതക്രമങ്ങളിൽ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലും യാത്രകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുകയും വിവാഹ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും നല്ല അനുഭവങ്ങളെ പുതുവർഷത്തിൽ അവിടുന്ന് പകരം ചെയ്യണമേ. യേശു മശീഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.